ദാരിദ്ര്യത്തിൽ നിന്നും ബാല്യകാല കുറ്റകൃത്യങ്ങളിൽ നിന്നും ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ എന്ന പദവിയിലേക്കുള്ള മൈക്ക് ടൈസന്റെ യാത്ര ഒട്ടും തന്നെ മാധുര്യമില്ലാത്തതാണ്. മൈക്ക് ജനിക്കുന്നതിന് മുൻപേ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയി. അമ്മ മറ്റൊരു വിവാഹം കഴിച്ചു. അയാളും മൈക്കിന് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ കുടുംബത്തെ ഉപേക്ഷിച്ചു. അതോടെ അദ്ദേഹത്തിന്റെ അമ്മ ന്യൂയോർക്കിലെ ബ്രൂക്ലിനിൽ നിന്നും ബ്രൂക്ലിന്റെ കിഴക്ക് ഭാഗത്തുള്ള ബ്രൗൺസ്വില്ല് എന്ന സ്ഥലത്തേക്ക് താമസം മാറി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ. അക്കാലത്ത് ന്യൂയോർക്കിലെ കൊലപാതകങ്ങളുടെ തലസ്ഥാനമായാണ് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. എന്നും വഴക്കും അടിയുമൊക്കെ നടന്നിരുന്ന ആ തെരുവുകളിൽ മൈക്ക് ടൈസണും അടിയും ഇടിയുമൊക്കെയാണ് വളർന്നു വന്നത്. 11 വയസ്സ് പ്രായമായപ്പോഴേക്കും 33 തവണ പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒടുവിൽ ന്യൂയോർക്കിലെ അപ്സ്റ്റേറ്റിലെ ജുവനൈൽ തടങ്കൽ കേന്ദ്രത്തിലേക്ക് ആ 11-കാരൻ എത്തി. അവിടെ വെച്ചാണ് മൈക്ക് ടൈസന്റെ ജീവിതം വഴിമാറുന്നത്. അവിടുത്തെ കൗൺസിലറും മുൻ ബോക്സിംഗ് താരവുമായിരുന്ന ബോബി സ്റ്റുവാർട്ടിനെ ടൈസൺ പരിചയപ്പെട്ടു. ടൈസന്റെ കരുത്ത് മനസ്സിലാക്കിയ അദ്ദേഹം ടൈസനെ ബോക്സിംഗ് പരിശീലനത്തിന് അയച്ചതോടെയാണ് തെരുവിൽ ആരുടെയോ തോക്കിനോ കത്തിക്കോ ഇരയാകാമായിരുന്ന മൈക്ക് ടൈസൺ ബോക്സിംഗ് ലോകത്തെ ഇതിഹാസമായി വളർന്നത്.